Hi friends, welcome to my review channel. Cinema is a media only to entertain, not to show logic. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്ടപ്പെട്ട ഈ സിനിമ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഗോകുലം ഗോപാലൻ എന്ന പേര് ടൈറ്റിൽ കാർഡിൽ മോഹൻലാൽ ദിലീപ് കോംബോ, നവാഗതനായ ധനഞ്ജയ് ശങ്കർ ഡയറക്ടോറിയൽ, ഫഹിം നൂറിൻ ഡെബ്യൂ തിരക്കഥ. പെട്ടെന്ന് തന്നെ നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം. ഭയം ഭക്തി ബഹുമാനം ബബ്ബ. ആസ് ടൈറ്റിൽ സേസ് പ്യുവർലി മാഡ്നസ്. ഒരു ലോജിക് ഇല്ലാണ്ട് ഒരു മാഡ്നസ് പോലുള്ള ഒരു ഫെസ്റ്റിവൽ മൂഡിൽ കണ്ടു തീർക്കാൻ പറ്റിയൊരു പടം. ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ. അത് തന്നെയാണ് മേക്കേഴ്സും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു ലോജിക്കൊക്കെ നോക്കി ഈ പടം ഇതെന്താണ് വന്നത് അങ്ങനെ കണ്ടു തീർക്കേണ്ട പടമല്ല. ഈ പടത്തിൻ്റെ ഒരു ജോണർ ഒന്ന് കമ്പയർ ചെയ്യണമെങ്കിൽ ഷൈലോക്ക് എന്നൊരു മമ്മൂട്ടി സിനിമയുണ്ട്, ഏതാണ്ട് ആ ജോണറിൽ തന്നെ വരുന്ന സിനിമയാണ്. നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും ഇഷ്ടപ്പെട്ടിരിക്കും. ഇതിൽ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ ഒരു 10x ലെവലിലുണ്ട്. ദിലീപ് ഏട്ടൻ സ്പെഷ്യൽ ക്യാമിയോ റോളിൽ മോഹൻലാൽ വരുന്നു. ഒരു വലിയ താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. തമിഴിലെ നടനായ സാൻഡി മാസ്റ്റർ, ലോകയിലെ പോലീസ് ഓഫീസർ വില്ലൻ വേഷം ചെയ്ത സാൻഡി മാസ്റ്റർ ഇതിലൊരു റോൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ഇതിൽ ധ്യാൻ ശ്രീനിവാസനുണ്ട്, വിനീത് ശ്രീനിവാസനുണ്ട്, അങ്ങനെ വലിയൊരു താരനിരയുണ്ട്. ഈ താരനിരക്കൊപ്പം നിൽക്കുന്ന ട്രോളുകളും അതിലുള്ള ഡയലോഗ്സും കോർത്തിണക്കിക്കൊണ്ടാണ് ഇതിൻ്റെ തിരക്കഥ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ തിരക്കഥ ബ്രില്യൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്പൂഫിലോട്ട് എത്തരുത്, ഒരു മാഡ്നസ് വരെയും വേണം, ഒരു കോമഡി വരെയും വേണം. ഈ ഒരു നേർത്ത രേഖയിൽ ആ കറക്റ്റ് ആ തിരക്കഥ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇറ്റ്സെൽഫ് ഹാറ്റ്സ് ഓഫ് ടു നൂറിൻ ആൻഡ് ഫഹിം. ദേ ആർ ഡൺ എ ബ്രില്യൻ ജോബ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഡയറക്ടോറിയൽ ഒരു ഡെബ്യൂ ഡയറക്ടറോട് പറയില്ല, അത്രയും ബ്രില്യൻ്റ് ആയിട്ട് ഒരു ക്വാളിറ്റി വർക്ക് ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ് ടു യു ദ റൈറ്റേഴ്സ് ആൻഡ് ഡയറക്ടർ ഫോർ ദ സെയിം. ഇതിൽ ആക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ദിലീപ് ഏട്ടൻ്റെ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു ക്ലീഷേ സ്ലാപ്സ്റ്റിക് ജോക്കൊന്നുമല്ല. ഇതൊരു ഫ്രഷ്നെസ് ഉണ്ട്. ഈ ഒരു പടം തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ക്ലീഷേ ക്രിഞ്ച് സാധനം ബ്രേക്ക് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള സാധനങ്ങളൊക്കെ കൊടുത്തതാണ് ഇതിൽ ദിലീപ് ഏട്ടന് ഓരോ സാധനങ്ങളൊക്കെ ചെയ്ത് നല്ല രസമായിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്രഷ്നെസ് തന്നെയാണ് ഈ പടത്തിൻ്റെ ആ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ വാല്യൂ വരുന്നത്. കൂടെ നമ്മുടെ മോഹൻലാലും കൂടി ഒരു അഴിഞ്ഞാട്ടം മൂഡിൽ ആ മോഹൻലാലിൻ്റെ ഒരു സ്റ്റാർഡം, ആ ഒരു ആക്ടറിൻ്റെ ഒരു സ്റ്റാർഡം ബ്രില്യൻ്റ് ആയിട്ടൊരു സിനിമയ്ക്ക് യൂസ് ചെയ്യുകയും അതിനെ ഒന്ന് സിനിമയുടെ എലിവേഷന് കാരണമാവുകയും ചെയ്യുക, അതൊരു നിസ്സാര കാര്യമല്ല. അത് ഗംഭീരമായിട്ട് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആസ് ഐ സെഡ്, ഒരു സിനിമ സ്പൂഫ് പോലെ കുറേ ട്രോൾസിൽ വന്ന കുറേ സാധനങ്ങളൊക്കെ ബ്രില്യൻ്റായിട്ട് പ്ലേസ് ചെയ്ത് പ്രേക്ഷകന് ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ നൽകിയിരിക്കുകയാണ് ഗോകുലം ഗോപാലൻ. ഇറ്റ്സ് ദ ടൈറ്റിൽ. ആ ഒരു ടൈറ്റിൽ ഒരു സിനിമയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ പടത്തിന് എന്തുമാത്രം ക്വാളിറ്റി ഉണ്ടാവും നമുക്കറിയാം. ഈ സിനിമയും അതുപോലൊരു ക്വാളിറ്റി സ്റ്റഫ് തന്നെയാണ്. പടത്തിൻ്റെ ടെക്നിക്കൽ വശങ്ങളോട് കിടക്കുകയാണെങ്കിൽ എവ്രിബഡി ഹാസ് ഡൺ എ ബ്രില്യൻ ജോബ് എക്സെപ്റ്റ് വൺ ടീം. ലൈക്ക് ഞാൻ ലുലുവിൽ OD6 സ്ക്രീനിലാണ് കണ്ടത്. ഇനി സ്ക്രീനിൻ്റെ ഇഷ്യൂ ആണെന്ന് പറഞ്ഞൂടാ. കളർ ഗ്രേഡിങ്ങിന് ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നി. ഞാൻ സിനിമക്ക് ഫുള്ളി വന്നൊരു ഇഷ്യൂ ആണെന്നറിയില്ല. അതർ ദാൻ ദാറ്റ്, തിരക്കഥ ആസ് ഐ സെഡ്, ഡയറക്ടോറിയൽ ഡൺ എ ബ്രില്യൻ ജോബ്. ആക്ടേഴ്സൊക്കെ ബ്രില്യൻ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈവൻ ഒരു ചെറിയ സ്പേസിൽ വന്ന ഒരു പോലീസുകാർ കോൺസ്റ്റബിൾ സ്കോർ ചെയ്ത് പോയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ എഡിറ്റിംഗ് ആണ് ഗംഭീരമായിട്ടുണ്ട്. ഫൈറ്റ് രംഗങ്ങൾ പറയേ വേണ്ട, അടിപൊളിയായിട്ട് ഇതിൻ്റെ ഫൈറ്റുകൾ ചെയ്തിട്ട് ഒരു മാസ രീതിക്കൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നത് നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഇറ്റ്സെൽഫിൻ്റെ സോങ്സിനൊക്കെ ഇപ്പോൾ കുറേ ട്രോൾ ഏറ്റുവാങ്ങുന്നുണ്ട്. അതേപോലെ തിയേറ്ററിൽ ഫീൽ ചെയ്തുള്ളൂ, വലിയ അങ്ങോട്ട് രസമായിട്ട് തോന്നിയില്ല. സോങ്സ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താമെന്ന് തോന്നി. അതർ ദാൻ ദാറ്റ് എവറിത്തിങ് വാസ് ഗുഡ്. പടത്തിൻ്റെ ഒരു പേസ് പോകുന്നത് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ. നമുക്കൊരു ഫ്രഷ്നെസ് തോന്നും, ഒരു പുതിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിരുന്ന ഒരു ഉത്സവ മൂഡിൽ ഇങ്ങനെ കണ്ടു പോകും. അതിൻ്റെ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ഒരു ചെറിയ ലാഗ് വരും, നേരെ പിന്നെയും ആ ഹൈപ്പിലോട്ട് എത്തും, പിന്നെ ഒരു ക്ലൈമാക്സ്, അങ്ങനെ എൻഡ് പഞ്ച്, അങ്ങനെയാണ് ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനറിൽ ഇത് പോകുന്നത്. സിനിമയുടെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ആസ് എ സാധാരണക്കാരൻ നിങ്ങൾക്കൊരു ഷൈലോക്ക് എന്നുള്ള സിനിമ ഇഷ്ടപ്പെട്ടാൽ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു സാധാരണക്കാരന് ഒരു ലോജിക്കൊക്കെ കണ്ട് ഈ സിനിമ എന്താ ഇങ്ങനെ, ഇത് അവിടെ എന്താ ഇങ്ങനെയൊക്കെ ആലോചിച്ച് കണ്ട് ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പടത്തിന് എന്തായാലും ടിക്കറ്റ് എടുക്കാൻ നിങ്ങൾക്കൊരു എബോ ആവറേജ് മോർ ദാൻ എ വൺ ടൈം വാച്ചബിൾ മൂവി ഇത് എന്തായാലും ഉണ്ട്. പടം ഇതിൻ്റെ ഒരു ക്ലൈമാക്സും ഇതിൻ്റെ ഒരു എൻഡ് പഞ്ചും, ഇത് രണ്ടിനും എനിക്കൊരു വിയോജിപ്പുണ്ട്. എനിക്കത് അങ്ങോട്ട് ഒരു രസകരമായിട്ട് തോന്നിയില്ല. അത്രയും കൊണ്ടുവന്ന ഒരു സാധനത്തിന് ഒരു ഗംഭീര ക്ലൈമാക്സ്, ഒരു എൻഡ് പഞ്ചും ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ഒരു 100 crore ക്ലബിൽ എത്തേണ്ട ഒരു സിനിമയാണ്. ഇപ്പോൾ എത്തില്ല എന്നല്ല, ഒരു കേക്ക് കുറിച്ച് ചിലപ്പോൾ എത്തിക്കും, പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും കുറച്ചുകൂടി നന്നാക്കാൻ തോന്നിയായിരുന്നു ആ ഒരു പോയിൻ്റൊക്കെ. Other than that, I felt very heartful, very entertained. That is a value, pure value for entertainment. ഒരു സാധാരണക്കാരൻ എന്തായാലും ടിക്കറ്റ് എടുക്കാം. ഈ പടത്തിൻ്റെ ലോജിക്കൊക്കെ നോക്കിയിട്ട് ഇതെന്താ അവിടെ മറ്റേ ഇൻവെസ്റ്റിഗേഷൻ മൂഡിലെ സിനിമ കാണാനിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു രസികമായിരിക്കും. അവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടില്ല.
അല്ലാണ്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ഫൺ എൻ്റർടൈൻമെൻറ്റ് ഒരു മാഡ്നെസ് ഒക്കെ കണ്ട് ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ ഒരു 2-3 മണിക്കൂർ പോവുക എന്നുള്ള മൂടി പോയാൽ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് മൈ റിവ്യൂ ടു. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ ഫ്രണ്ട്സ്.